യെസ്, അപ്പൊ അങ്ങനെയാണ് ഗിറ്റാറിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. പക്ഷെ നമുക്ക് ഇനിയേ കുറച്ച് അതിഥികളിലേക്ക് പോകേണ്ടത്. നമ്മുടെ പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട 2 പേര് നമുക്ക് വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതാരാണ് എന്ന് ഞാൻ പറയുന്നതിന് മുൻപ് തന്നെ അവരെ കാണാം. ശ്രീ റഹീം MP, അദ്ദേഹത്തിന്റെ നല്ല പാതി അമൃത. യെസ്, അപ്പൊ ഇത് കലോത്സവ വേദിയിൽ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ വിശേഷങ്ങളാണല്ലോ പറയേണ്ടത്. തിരുവനന്തപുരത്തുള്ള ആളാണ്. അതൊരു കലോത്സവം നടത്തിപ്പിന് പ്രധാനപ്പെട്ട ചുമതലയുള്ള ആളാണ്. തിരുവനന്തപുരത്തേക്ക് 9 വർഷത്തിന് ശേഷം കലോത്സവം വരുമ്പോൾ എന്ത് തോന്നുന്നു? വളരെ ആവേശത്തിലാണ് തിരുവനന്തപുരത്തെ പൗരാവലി ആകെ. തിരുവനന്തപുരത്തെ ഇപ്പം നഗരസഭയും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ MLA-മാരും ഒക്കെയാണ് ഇതിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്നത്. വളരെ നല്ല സംഘാടനമാണ്, നല്ല ഫീഡ്ബാക്കാണ് സംഘാടനത്തെ സംബന്ധിച്ച് ഈ നിമിഷം വരെയും ഉള്ളത്. തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കും. ഒരുപാട് വലിയ ഇവൻറ്റുകൾ സംഘടിപ്പിച്ച് നല്ല അനുഭവ പരിചയമുള്ള സംഘാടന മികവിൽ നല്ല പ്രാവീണ്യമുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ. തിരുവനന്തപുരത്തുകാരനായ മന്ത്രി മുതൽ ഇങ്ങ് താഴോട്ടുള്ള സത്യം. കാരണം ഇന്നിപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരും പല കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ അവരുടെ രക്ഷകർത്താക്കളുടെയൊക്കെ തന്നെ വളരെ ബാല്യകാലത്ത് വളരെ എത്രയോ കാലത്തെ എക്സ്പീരിയൻസ് ആണ് വിവിധ പരിപാടികൾ നടത്തി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കുള്ളത്. പ്ലസ് അദ്ദേഹത്തോടൊപ്പം തന്നെ ഒരു ടീം നമ്മുടെ കേരളത്തിലെ തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട ജനപ്രതിനിധികൾ എല്ലാവരും സോ എക്സ്പീരിയൻസ്ഡ്. അതുകൊണ്ട് വളരെ നന്നായി തന്നെ ഗംഭീരമായ കാര്യങ്ങൾ ജിൽസിയോട് പറയുന്നുണ്ട്. ശിവൻകുട്ടി എന്ന മന്ത്രിക്കപ്പുറം ശിവൻകുട്ടി എന്ന സംഘാടകനാണ്. അത് ഞാൻ കൊല്ലത്ത് പോയപ്പോൾ പറഞ്ഞാണല്ലോ. കൊല്ലത്ത് അദ്ദേഹം യൂത്ത് ഫെസ്റ്റിവൽ നടത്തി കൊല്ലത്ത് തന്നെ പ്രൂവ് ചെയ്തു. പിന്നെ കോഴിക്കോട് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വരികയാണ്. എനിവേ അത് പ്രൂവ് ചെയ്യും, അതിൽ തർക്കമൊന്നുമില്ല. അതായത് എങ്ങനെയാണ് എവിടെയായിരിക്കും പിഴവ് വരാൻ സാധ്യതയുള്ളത്, എവിടെയായിരിക്കും പരാതി വരാൻ സാധ്യതയുള്ളത്, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് പോകാനായുള്ള വൈഭവം അദ്ദേഹത്തിനുണ്ട്. തിരുവനന്തപുരത്തെ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ഇന്നത്തെ എല്ലാ ഈ സംഘാടനത്തിൽ നിൽക്കുന്ന എല്ലാവരും ഉണ്ട്. രാഷ്ട്രീയ ഭേദം തന്നെയാണല്ലോ, എല്ലാ രാഷ്ട്രീയത്തിലുമുള്ള ജനപ്രതിനിധികളാകെയാണ് ഇതിൻ്റെ ഒരു നിൽക്കുന്നത്. പിന്നെ നല്ല നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയിലെ ഒരുപാട് ഉദ്യോഗസ്ഥർ ഉറക്കമൊളിച്ച് പണിയെടുക്കുന്നുണ്ട്. അവരെയും നമ്മൾ കാണാതെ പോകരുത്. അധ്യാപകർ, അനധ്യാപകർ, വ്യത്യസ്ത അധ്യാപക സംഘടനയിൽപ്പെട്ടവർ ഒക്കെ വളരെ ആത്മാർത്ഥമായി പരിപാടിയിൽ ഏർപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഒരു വലിയ കൂട്ടായ്മയുടെ വിജയമാണിത്. അതൊക്കെ ശരിയാണ്. പക്ഷെ നമുക്ക് അത് നമ്മൾ അംഗീകരിക്കും. നമുക്ക് ഇതൊരു പരാതിയില്ല. സംഘാടനമൊക്കെ ഗംഭീരമാണ്. അതായത് വൺ ഓഫ് ദ ബെസ്റ്റ് യൂത്ത് ഫെസ്റ്റിവൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് അറിയേണ്ടത് സാറിന്റെ കലോത്സവ ഓർമ്മകൾ, പിന്നെ സാറിന്റെ ആ സമയത്തെ പരിപാടികൾ എന്തൊക്കെ ചെയ്തു, ഏതൊക്കെ പരിപാടികളിൽ പങ്കെടുത്തു, കലോത്സവം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അമൃത മാം യഥാർത്ഥത്തില് സംസ്ഥാന സ്കൂൾ കലോത്സവം എന്നതെല്ലാം തന്നെ ഞാനൊക്കെ എല്ലാ പരിപാടിയിലും മത്സരിക്കുന്ന ആളായിരുന്നു സ്കൂളിൽ. വളരെ കൗതുകരമായ കാര്യം, അന്ന് എനിക്ക് അറിഞ്ഞൂടാത്തതിൽ പോലും പേര് കൊടുക്കും. എല്ലാത്തിനും പേര് കൊടുക്കും. ഒരു ബുക്ക് അന്ന് ഒരു വൈറ്റ് പേപ്പറിൽ നോട്ട്ബുക്ക് പേപ്പറിലാണ് പേരെഴുതി കൊടുക്കേണ്ടത്. മുകളിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട അധ്യാപകരുടെ കയ്യിൽ കൊടുക്കണം. എല്ലാറ്റിനും കൊടുക്കും. പക്ഷെ അന്ന് കൊടുക്കാതിരുന്ന ഒരെണ്ണമുണ്ട്, അത് പ്രസംഗമാണ്. പ്രസംഗിക്കാൻ എനിക്ക് അറിയത്തേ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. പന്തിവാരയുടെ കൊടുക്കും. ഇവൻ പാട്ട് പാടാൻ തീരെ അറിഞ്ഞൂടാ, പക്ഷെ അതുകൊണ്ട് സമൂഹഗാനം കൊടുക്കും. അപ്പൊ കൂട്ടത്തിൽ പാടിയാൽ മതിയല്ലോ. അപ്പൊ അങ്ങനെയായിരുന്നു. പക്ഷെ അപ്പോഴും പ്രസംഗത്തിന് കൊടുത്തിരുന്നില്ല. പ്രസംഗിക്കാൻ അത്ര പോലും എനിക്ക് അറിയില്ല, തീരെ അറിയില്ല എന്നൊരു ബോധ്യത്തിലായിരുന്നു. അതിൽ നിന്ന് എൻ്റെ ഒരു ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ പല കഴിവുകളും നമ്മൾ തിരിച്ചറിയില്ല എന്നുള്ളതാണ്. വളരെ യാദൃശ്ചികമായിട്ടാണ് എനിക്ക് പ്രസംഗിക്കാൻ അറിയാവുന്ന പ്രീഡിഗ്രി കാലത്ത് ഞാൻ തിരിച്ചറിയില്ല. പക്ഷേ എനിവേ ഞാൻ അന്ന് നാടകത്തിലാണ് തന്നെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുമായിരുന്നു. മോണോക്ക് വളരെ ഡെഡിക്കേറ്റഡ് ആയി ചെയ്യുമായിരുന്നു. ബാക്കി എല്ലാം ഉണ്ടായിരുന്നു. വളരെ നന്നായി തന്നെ ചെയ്യുമായിരുന്നു. സംതിങ് ലൈക്ക് പ്രൊഫഷണൽ ആയിട്ട് തന്നെ ചെയ്യുമായിരുന്നു. പക്ഷേ പ്രശ്നം, ഞങ്ങളിന്ന് മുകളിലോട്ട് കലോത്സവങ്ങളിലൊന്നും കൊണ്ടുപോയ അനുഭവങ്ങളൊന്നുമില്ല. അതിൽ അനുഭവമുള്ള ആൾ അമൃതയാണ്. അമൃതയുടെ കാര്യം പറയുമ്പോഴേ അമൃത ലോ കോളേജിൽ എന്റെ ജൂനിയറായിട്ട് പഠിച്ചത്. അന്ന് കേരള യൂണിവേഴ്സിറ്റി കലോത്സവം, അങ്ങനെ ഒപ്പനയുടെ കോർഡിനേറ്റർ ഞാനായിരുന്നു. അങ്ങനെ ഒപ്പനയിൽ അമൃത ഉണ്ടായിരുന്നു. അമൃത നല്ല പാട്ടുകാരിയാണ്. അമൃത പാട്ടോട് അമൃത പാട്ടിനേക്കാൾ വരെ സംസ്ഥാന സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ പോയി വിൻ ചെയ്ത ആളാണ്. ആ തുടർച്ചയായ 3 വർഷം സംസ്ഥാന സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ. അത് ഏതാണ് പാട്ടല്ല, ഏതാന്ന് പറയാം. അതൊരു മത്സരം. ഇത് കാവ്യകേളിയാണ് എന്റെ ഇടം. കാവ്യകേളി ശരിക്കും പറഞ്ഞാൽ അന്നൊന്നും ആർക്കും അറിയില്ല ഇതെന്താണ് സംഭവം. അതായത് നമുക്ക് അക്ഷര ശ്ലോകം അറിയാം,
അതായത് സംസ്കൃത വൃത്തത്തിലുള്ള ശ്ലോകങ്ങളെടുത്ത് നമ്മൾ 4 വരി ചൊല്ലും. അതിന്റെ മൂന്നാമത്തെ വരിയുടെ ആദ്യത്തെ അക്ഷരം, അങ്ങനെയാണല്ലോ കളി പോകുന്നത്. പക്ഷേ ഇതേപോലെ തന്നെ ഭാഷാവൃത്തം, അതായത് സംസ്കൃത വൃത്തം വരാൻ പാടില്ല, ഭാഷാവൃത്തങ്ങളായിട്ടുള്ള നദോന്നത അങ്ങനെയുള്ള വൃത്ത കാകളി, ഈ വൃത്തങ്ങളിലുള്ള കവിതകൾ ഒരു 1000 എണ്ണെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ 8 വരി വെച്ച് പഠിക്കും. ഇത് പഠിച്ചു വെച്ചിട്ട് നമ്മൾ അന്താക്ഷരി കളിക്കില്ലേ സിനിമാ പാട്ട് വെച്ച്, അതുപോലെ തന്നെ ഭാഷാവൃത്ത കവിതകൾ ആദ്യം ഒരാൾ 8 വരി ചൊല്ലുന്നു, അത് 5ാമത്തെ വരിയുടെ ആദ്യത്തെ അക്ഷരം ഇങ്ങനെ ചൊല്ലിപ്പോവും. എവിടെയെങ്കിലുമൊക്കെ ബ്രേക്ക് ആവുന്നവർക്ക് പോയിന്റുകൾ തുടർച്ചയായിട്ട്. എന്നെ സുനിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ 9ാം ക്ലാസ്സിലാണ് കടക്കൽ ഗവൺമെന്റ് HSൽ പഠിക്കാൻ വരുന്നത്. അവിടെ വരുമ്പോൾ സുനിൽ എന്ന് പറയുന്ന ഒരു അധ്യാപന ക്ലാസ്സിൽ ഞാൻ 9Jയിലാണ് പഠിച്ചത്. അപ്പോൾ അവസാനത്തെങ്കിൽ പുറകിലെ ഡിവിഷനാണ്. അപ്പോൾ നമ്മളെങ്ങനെ ഒരു വിചാരം അങ്ങനെയല്ല, വലിയ പരിഗണനയോ ഒന്നും കിട്ടാത്തൊരാ. അതിനു മുമ്പേ കോട്ടൺ ഹില്ലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ സുനിൽ സാർ ആദ്യമായിട്ട് ഫ്രഷ് അധ്യാപകർ വരുമ്പോൾ ഉള്ളൊരു ഉത്സാഹമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ സാർ ഇങ്ങനെ ക്ലാസ്സുകളിലൊക്കെ, അപ്പോൾ എന്നെ ക്ലാസ്സിൽ അച്ഛൻ നന്നായി കവിത ചൊല്ലും. അപ്പം ഞാനത് കേട്ടിട്ട് ചൊല്ലും, പാട്ടൊന്നും പഠിച്ചിട്ടില്ല, പക്ഷെ അപ്പം അങ്ങനെ കവിത ചൊല്ലി തുടങ്ങി. സാർ അങ്ങനെ ഒരു ദിവസം നീ എൻ്റെ കൂടെ വാ, നമുക്ക് ബാക്കി ക്ലാസ്സുകളിൽ കൊണ്ട് തന്നെ കവിത ചൊല്ലിക്കാൻ തുടങ്ങി. ഇത് കഴിഞ്ഞപ്പോൾ സാർ പറഞ്ഞു, നിനക്ക് ഇങ്ങനെ കാവ്യകേളി എന്നൊരു ഇനമുണ്ട്, അക്ഷരശ്ലോകം നീ മത്സരിക്കണം. സാറിൻ്റെ കൂടെ വെറുതെ കളിക്ക് ഉച്ചസമയം ലഞ്ച് ബ്രേക്ക് സമയത്ത് പോയിരുന്നു തുടങ്ങിയതാണ്. അത് അവിടുന്ന് പാലാഴി അക്ഷരശ്ലോക കാവ്യകേളി സദസ്സ് എന്ന് പറഞ്ഞ് വിപുലമായി. ആ സുനിൽ മാഷ് ഈ കലോത്സവത്തിനും 20 വർഷവും സാറിന്റെ കുട്ടികൾക്ക് എ ഗ്രേഡ് ഉണ്ട്. സുനിൽ സാർ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രതിഭയെ തന്നതിന് സുനിൽ സാർ ഇത് കാണുമെങ്കിൽ. സാറിന്റെ കുട്ടികളെ ഇപ്പോഴും വരുന്നുണ്ട്, ഈ ഫെസ്റ്റിന് വരുന്നുണ്ട്. പിന്നെ പ്രസംഗം മത്സരിച്ചിരുന്നു ജില്ലാതലം വരെയൊക്കെ പല പ്രാവശ്യം. നമുക്ക് വേണ്ടി ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? അതാണ് കാവ്യകേളി കളിക്കണമെങ്കിൽ നമുക്കൊരു ടീം വേണം. അതിപ്പോ നാടകഗാനം 4 വരി അല്ലല്ല, ഇത് എല്ലാ പ്രാവശ്യം ഇങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും വരും പാടെന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് കിട്ടില്ല, എനിക്ക് അങ്ങനെ പ്രശ്നം. അപ്പൊ എന്നോട് പറയും, നീ എപ്പോഴും ഞാൻ പാടുന്നത് ഞാൻ പറയും, പക്ഷെ നീ പാടില്ല. പ്രൊഫഷണൽ ഇന്ന് പാടിയിട്ട് തന്നെ കാര്യം ഈ അവസരത്തിൽ പാടിയില്ലെങ്കിൽ. ഞാൻ ഹയർ സെക്കൻഡറി കലോത്സവം +2 കലോത്സവം ഞാൻ മത്സരിച്ചത് തിരുവനന്തപുരം കലോത്സവത്തിലാണ്. എനിക്ക് പട്ടം ഗേൾസ് ആയിരുന്നു എൻ്റെ വേദി. അന്ന് എൻ്റെ അധ്യാപികയായിട്ട് വന്നത് അന്നത്തെ കൃഷി വകുപ്പ് മന്ത്രി മുല്ലക്കര രത്നാകരൻ സാറിന്റെ ഭാര്യയാണ് ഗീതാ രത്നാകരൻ. ടീച്ചർ എന്നെ കൊണ്ട് വരുന്നത് മനോരമ ഒരു വലിയ നല്ലൊരു സ്റ്റോറിയൊക്കെ അത് ചെയ്തിരുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനിയാണ്. അത് ഞാൻ ഈ ഇടയ്ക്ക് ആരോ എനിക്കിത് ഈ കുത്തിപ്പൊക്കുന്ന ടീമുകൾ ആരൊക്കെ എടുത്തത്, പക്ഷെ വലിയ സന്തോഷമുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതായിരുന്നു. അങ്ങനെ കുറെ നല്ല അനുഭവം കലോത്സവം ഉണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറയണേ, ഈ സേഫ് സൈഡില്ലാതെ ഞങ്ങളുടെ ചിയർ ടീമായിരുന്നു. എല്ലാ ഗ്രൂപ്പ് ഇവന്റിന്റെയും ഒരു പ്രധാന ഗായികയാവാൻ പലപ്പോഴും ഓപ്റ്റ് ചെയ്യപ്പെടും. അങ്ങനെ വന്ന് ലോ കോളേജിൽ പെട്ട് അന്ന് മാർഗംകളിക്ക്, ഒപ്പനയ്ക്ക്, തിരുവാതിരയ്ക്കൊക്കെ മെയിൻ പാട്ടുകാരിയാണ്. സംഘഗാനത്തിന് ഗ്രൂപ്പിലുണ്ട്. അപ്പോഴും ഞങ്ങളുടെ ചിയർ ടീമായിരുന്നു സേഫ് സൈഡില്ലാതെ. ഇതിന് ആവശ്യമില്ലാതെ ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും, പാട് ചുമ്മാ പാടി. ഇതിനൊരു കുറവ് ഇപ്പോഴും ഇല്ല. പക്ഷേ അതുകൊണ്ട് ഞങ്ങൾക്കിടയിൽ ഒരു സീനിയർ ജൂനിയർ ബന്ധം ഒരിക്കലും ഉണ്ടായിട്ടില്ല. നല്ല അതിനേക്കാൾ വലിയ സൗഹൃദം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്കിത് കേൾക്കാം. വെള്ളാരം കുന്നിലെ പൊന്മുളം കാട്ടിലെ പുല്ലാങ്കുഴലുതും കാറ്റേവാ. വെള്ളാരം കുന്നിലെ പൊന്മുളം കാട്ടിലെ പുല്ലാങ്കുഴലുതും കാറ്റേവാ. കതിരണിപ്പാടത്ത് വേൽമൂത്ത നേരത്ത് കുളിരും കൊണ്ടോടിവാ കാറ്റേവാ. കതിരണിപ്പാടത്ത് വേൽമൂത്ത നേരത്ത് കതിരും കൊണ്ടോടിവാ കാറ്റേവാ. വെള്ളാരം കുന്നിലെ പൊന്മുളം കാട്ടിലെ പുല്ലാങ്കുഴലുതും കാറ്റേവാ. ഞാൻ പാടി നോക്കി, പക്ഷെ ആ കാറ്റേവായിരിക്കും വരുന്നില്ല. ഞാൻ കൂടെ ഒന്ന് നോക്കിയായിരുന്നു. ഒരു അഭ്യർത്ഥനയോടുള്ളത്, ഈ നാടകഗാനങ്ങളെ നാടക മത്സരത്തിനുണ്ടല്ലോ, നാടകഗാനങ്ങൾ മത്സര ഇനമായി വരണം എന്നുള്ള ഒരു ചെറിയ റിക്വസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഇതിനെ കാണാം. അതെ അതെ, എപ്പോഴെങ്കിലും വിദ്യാഭ്യാസ മന്ത്രി ഇത് കേൾക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ അല്ല, അങ്ങനെ അതുവഴി പോണമെന്നില്ല. ആസ് എ പഴയ ഒരു പാർട്ടിസിപ്പന്റ് എന്ന നിലയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ മന്ത്രിയോട് പറയാം. എന്തെന്നറിയാമോ, അതെന്തെന്നറിയാം, ഇപ്പോഴും നമ്മൾ അതിന്ന് അതൊരു സ്റ്റേജ് പെർഫോമൻസ് ആണ്. ഞാൻ ചെയ്തിരുന്നതൊക്കെ ഇപ്പോൾ മോണാക്ട് ചെയ്തിരുന്നു ഒരുപാട് കാലം.
കഥാപ്രസംഗം ചെയ്യുമായിരുന്നു. അത് യൂത്ത് ഹോസ്റ്റൽ, നമ്മുടെ യൂണിവേഴ്സിറ്റി യൂത്ത് ഹോസ്റ്റലിലായിരുന്നു. പിന്നെ ബാക്കി അതിനോടനുബന്ധിച്ചുള്ള സ്കിറ്റ്, തിയേറ്റർ, നാടകം, അങ്ങനെയുള്ള തിയേറ്ററാണ് എൻ്റെ ഒരു ഏരിയ. നാടകം അതിനുശേഷവും ചെയ്തിട്ടുണ്ട്. പ്രൊഫഷണൽ ഇല്ല, അതിനുശേഷം അമച്ചർ നാടകം ചെയ്തിട്ടുണ്ട്. ക്യാമ്പസ് ജീവിതത്തിന് പുറത്തും സ്കൂളിലും ഒക്കെ ചെയ്തിട്ടുണ്ട്, സ്കൂളിന് പുറത്തും ചെയ്തിട്ടുണ്ട്. നാടകത്തിൻ്റെയൊക്കെ സേഫിനറിയാലോ, വെഞ്ഞാറമൂടാണ് എൻ്റെ സ്ഥലം. അത് നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നാടക കേന്ദ്രമാണ്. അത് അപ്പോഴും ഇപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം തന്നെ സ്വാഭാവികമായൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പക്ഷെ അതിപ്പോ ഇവിടെ കാണിക്കാൻ പറ്റില്ല. കാരണം എന്നറിയാമോ, അതൊരു വേറൊരു പെർഫോമൻസിന്റെ കുറേ കാലമായിട്ട് നമ്മളതിന്റെ ഒരു ടച്ച് മാറി. പിന്നെ ഞങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് കോഴിക്കോടാണ്. അപ്പൊ ഇപ്പൊ അവിടെ നിന്ന് ആളുകളുടെ ഒരു ഫീഡ്ബാക്ക് വന്നിരിക്കുകയാണ്. അമൃത മാമിന്റെ പാട്ടിന് അവിടെ ഭയങ്കര അപ്രിസിയേഷൻ ആണ്. അപ്പൊ റഹീം സാർ ഇപ്പൊ എന്താണ് കലയുമായിട്ട് ഇപ്പൊ സൂക്ഷിക്കുന്ന ബന്ധം? എന്താ കലയുമായി സൂക്ഷിക്കുന്ന ബന്ധം? അത് ഗംഭീരം, അതിലുപരിയായിട്ട് സിനിമ, എല്ലാ സിനിമയും കാണാറുണ്ട്. സിനിമാ ലോകവുമായിട്ടൊരു നല്ല ബന്ധവും ആത്മബന്ധം വെക്കുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിയേറ്റർ പ്രധാനമായും നാടക ലോകവുമായിട്ട് അങ്ങനെ ഒരു ബന്ധം വെക്കാറുണ്ട്. അപ്പോ ഈ ഇത്രയും തിരക്കിനിടയിൽ നമ്മുടെ കൂടെ വന്ന് സഹകരിച്ചതിന് വളരെ നന്ദി അമൃത. ഏറ്റവും മികച്ച നിലയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ചാനലായി മാറട്ടെ. താങ്ക് യു സോ മച്ച്. യെസ്, അങ്ങനെ നമുക്ക് പ്രിയപ്പെട്ട രണ്ട് അതിഥികൾ പോവുകയാണ്. പാട്ടൊക്കെ പൊളിച്ചല്ലേ, ഞാൻ ആ കൂടെ പാടി നോക്കിട്ട് കിട്ടില്ല, അത് കിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ അപ്പൊ നമുക്ക് രണ്ടാം ദിവസത്തിലേക്ക് കടക്കുന്നു. കപ്പിനായുള്ള പോരാട്ടം ഇനി ശക്തമാകുന്ന നാളുകളാണ് വരാനിരിക്കുന്നത്. ഇപ്പൊ കണ്ണൂരാണ് മുൻപിൽ, കണ്ണൂർ മുൻപിൽ. അത് വരും. ഇഞ്ചോടിഞ്ച് പോരാട്ടം. ആര് കപ്പ് കൊണ്ടുപോയാൽ എന്താ, നമുക്ക് നല്ല മത്സരങ്ങൾ കാണണം. അത് വളരെ സൗഹൃദ അന്തരീക്ഷത്തിലുള്ള മത്സരം കാണണം. അതാണ് കലോത്സവത്തിന്റെ ലക്ഷ്യം. ശരി, അപ്പൊ സമയം അതിക്രമിച്ചിരിക്കുന്നതായി ജസ്റ്റിൽ ഇങ്ങനെ പിസാരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ശരി, നമ്മൾ അധികം സമയം എടുക്കുന്നില്ല, വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് ഉച്ചയ്ക്ക് 2:30 ഷോ ആയിട്ട് കാണാം. അല്ലാതെ എല്ലാ ബുള്ളറ്റിനുകളും നമുക്ക് കലോത്സവ വിശേഷങ്ങളും എത്തിക്കാം. അപ്പൊ ബൈ.